ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മുടെ പ്രിപ്പറേഷൻ വീഡിയോ ആണ്. നമ്മളെ നാളെ ആണ് നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. നാളെ നമ്മുടെ കൺവൊക്കേഷൻ, നമ്മുടെ അല്ല അവരുടെ കൺവൊക്കേഷൻ. അപ്പൊ നമ്മള് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതിന് ഉള്ള പ്രിപ്പറേഷൻസ്. നമ്മള് മെയിൻ ആയിട്ട് ഹെയർ ചെയ്യണം. ഹെയർ ചെയ്തിട്ട് കിടക്കാന്ന് വിചാരിച്ചു. രാവിലെ നമുക്ക് 7:20 ബസ്. അപ്പോ നമ്മൾ ഒരു 1.5 മണിക്കൂർ മുന്നെങ്കിലും എനിക്ക് അതിന്റെ ഇടയിൽ മുടി ചെയ്യാനും കൂടി നടക്കൂല. സോ മുടി ചെയ്തിട്ട് കിടക്കാനുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഒരു സാധനം അതെ, അത് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ബോയ്സിന് PS5 പോലെ നമ്മുടെ ഗേൾസിന്റെ ഒരു ഇമ്പോർട്ടന്റ്, നമ്മൾ ഭയങ്കര ഇങ്ങനെ ഡ്രീം ആയിട്ട് കാണുന്ന ഒരു സാധനം എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടി, വിച്ച് ഈസ് ഡൈസൺ. എന്റെ പേര് ഇന്ന് ചെയ്യാൻ പോണത്. ഞാൻ വീഡിയോ ബർത്ത്ഡേക്ക് ഞാൻ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ എന്റെ അതായത് പലർക്കും മനസ്സിലായില്ല, ഞാൻ റിയാക്ഷൻ കാണിക്കണ്ടപ്പോ ആർക്കും മനസ്സിലായില്ല, സംഭവം എന്താണെന്ന് മനസ്സിലായില്ല. അപ്പൊ ഇത് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാൻ വേണ്ടി നമ്മൾ വെച്ചേക്കായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു അവസരം കൂടെ കിട്ടിയപ്പോ ചെയ്യണതും കാണിക്കാം, സാധനവും കാണിക്കാം, എല്ലാം കൂടി ആവുമല്ലോ. അപ്പൊ അതെങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യണേ അതൊക്കെ നമ്മള് വീഡിയോയിൽ പറഞ്ഞു തന്നെയായിരിക്കും. സിമ്പിൾ ആയിട്ട് നമ്മള് യൂഷ്വലി ചെറിയ ചെറിയ ഇതൊക്കെ നമ്മള് അതെ. അപ്പൊ നമ്മള് പഠിക്കുന്ന പോലെ നിങ്ങൾക്കും പഠിക്കാം ഇതേപോലെ. വരുന്നേ നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേനും ഇതാണ് ഇതിന്റെ എല്ലാം ഹെഡെല്ലാം ഫിറ്റ് ചെയ്യുന്ന സംഭവം. ഓക്കെ, സോ ഇനി കുറേ ഇതേപോലത്തെ ഇതുണ്ട്. ഇതാണ് ഫസ്റ്റ് ചെയ്യുന്ന ബ്ലോ ഡ്രൈ, ആൻഡ് ഇത് ഹെയർ ഡ്രയർ. ഇത് രണ്ടുമാണ് കേളിംഗ് ബാരൽസ്. പിന്നെ ഇത് സ്ട്രെയിറ്റ്നർ. ഇത്രയാണ് എനിക്കറിയാവുന്നത്. ഈ സംഭവം എന്താണെന്ന് എനിക്കറിയില്ല, അത് ഞാൻ വീഡിയോ ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ പഠിക്കണം. സോ ഇത്രയൊക്കെ ഉള്ളൂ, എന്തിനാണെന്ന് എനിക്കറിയില്ല. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പം നമ്മൾ ഇത്ര സാധനം നമ്മൾ കേളാണെന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾക്ക് നോക്കാം. ഓക്കെ ഗൈസ്, ഇതാണ് ഇതിന്റെ മെയിൻ പാർട്ട്. ഐഷ എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കാണുമല്ലോ. സോ ആദ്യം നമ്മള് കുളിച്ചിട്ട് തന്നെ ഉള്ളു. അപ്പൊ കുറച്ച് ചെറുതായിട്ട് നമ്മള് ഇത് ഏറ്റവും എഫക്റ്റീവ് ആവണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹെയർ ഭയങ്കര ഡ്രൈ ആയിരിക്കരുത്, കുറച്ച് ഡാമ്പ് ആയിട്ടിരിക്കുമ്പോഴാണ് ഏറ്റവും എഫക്റ്റീവ് ആണെന്ന് അവർ പറയുന്നത്. ലോക്കാണ്. ഓക്കെ, ഇതില് ഇത് ഫാന്, ഇത് ഹീറ്റ്, അത് ഏറ്റവും താഴെ പോയി കഴിഞ്ഞാൽ തണുപ്പ്, നടുക്ക് ഇച്ചിരി ചൂട്, ഭയങ്കര ചൂട്. ഇത് ഉണക്കം. ചൂടൊന്നും ഇല്ല, നല്ല തണുത്ത ഫാൻ ഓഫീസ്. നമുക്ക് ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ഫാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, എത്ര അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ചൂട് നമ്മളിപ്പോ അയണൊക്കെ ചെയ്യുമ്പോൾ ചൂടല്ലായിരുന്നു, ഇത് ജസ്റ്റ് കാറ്റ്. തുണിയൊക്കെ ഉണങ്ങുമ്പോൾ കാറ്റടിക്കുന്നു. എല്ലാ ചോദിക്കും എന്തിനാണ് ഇത്ര വില കൊടുത്ത് അയക്കുന്നത്, ഇതിന് സാധനം മേടിച്ചത്. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാമേജ്. നമ്മുടെ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് സാധനം നമുക്ക് വേണമെങ്കിൽ ഡെയിലി ഇത് യൂസ് ചെയ്യാൻ നമ്മൾ മുട്ടയാകും. അപ്പൊ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പൈസ മേടിക്കുന്നുണ്ടാ, കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് എന്താണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സ്വയം ഉപയോഗിച്ചത്. ഓക്കെ, ഇപ്പൊ ഞാൻ ആദ്യത്തെ ഘട്ടം ബ്ലോ ഡ്രൈയിങ്ങും ഞാൻ കാണിച്ചു തരാം. ബിക്കോസ് ആയിഷയുടെ മുടി ഓൾറെഡി ഡ്രൈ ആണ്. എന്റെ മുടി ഞാൻ ഓൾറെഡി സ്ട്രൈറ്റ് ചെയ്താണ്, പിന്നെ ജസ്റ്റ് ഒന്ന് സ്ട്രൈറ്റ് ചെയ്തിട്ട് ഞാൻ ബ്ലോ ഡ്രൈയിങ്ങും കാണിച്ചിട്ട് കേളിങ്ങും ഞാൻ അവർക്ക് ചെയ്ത് കൊടുത്ത് കാണിച്ചു തരാം. അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഞാൻ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഇഷ്ടമായില്ല. ഒറ്റക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതാണ് ബ്ലോ ഡ്രൈഡ്. ശരിക്കും ഇങ്ങനെ താഴെ നല്ല വീതിയായിട്ട് കിടക്കും ബ്ലോ ഡ്രൈ ചെയ്ത് കഴിഞ്ഞു. സ്മൂത്താവല്ലേ ഹെയർ? ഞാൻ ഓൾറെഡി എന്റെ മുടിയിൽ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ചെറുതായിട്ടും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഹെയർ സ്ട്രൈറ്റ് നടക്കുന്നത് ഫുള്ളി പ്രൊഫഷണൽ കഴിക്കുന്നു. ഒരാവശ്യമില്ലാതെ എല്ലാ സാധനവും നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ കുറവ് വരാൻ സാധ്യതയുണ്ട്. ഡ്രസ്സിങ്ങിൽ ഓരോന്നൊക്കെ വന്നിട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ നമ്മളിങ്ങനെ ആപ്പിലാകുന്ന വിചാരിക്കുന്ന ഏറ്റവും സാധനങ്ങളൊക്കെ ഇതൊക്കെ യൂസ് ആവും. ഉള്ളിലോ മാൾ മേടിച്ചാലും നമുക്ക് യൂസ് ആവും.
ഇപ്പോഴാണ് യൂസ് എനിക്ക് അറിഞ്ഞൂടാ. കേൾ ചെയ്തിട്ട് അങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കാം. കൊറേ ഉണ്ട്, ഒരു കാര്യത്തില്ല. 2 പൗണ്ടേ ഉള്ളൂ ഗൈസ്. അപ്പൊ നമ്മൾ മേടിക്കരുത്. നിറച്ചുണ്ട്. നല്ല സെയിം കേട്ടാ, കുറച്ച് വ്യത്യാസമൊക്കെ ഉള്ളവരാണ്. അപ്പൊ ഞാൻ ഈ സൈഡും കൂടെ ചെയ്തിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ ബ്ലോട്ടർ ചെയ്ത് ഇനി കേൾ ചെയ്യണം. സ്മൂത്ത്, നല്ല സ്മൂത്ത് ആയി ഗൈസ്. സുഖമുണ്ട് മുടിക്ക്. തീ കത്തിയ ഒരു ഫീലില്ല. ഹീറ്റ് കുറവും ഫാനാണ് കൂടുതൽ. അപ്പോൾ ഡാമേജ് എനിക്ക് കുറവായിരിക്കും. നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഓരോ അഭിപ്രായങ്ങളൊക്കെ കണ്ടിട്ട് നാട്ടിലറിയാവുന്ന ആൾക്കാരൊക്കെ പറഞ്ഞിങ്ങനെ നിങ്ങളുടെ വീഡിയോസിൽ കൂടെ ലണ്ടനൊക്കെ കാണാൻ പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. താങ്ക് യു ഗൈസ്. പറഞ്ഞു സോ പ്ലസ് ടു ആണ് ചെയ്യാൻ പോകുന്നത്. കേളാവുന്നു, പക്ഷെ ഒരു ഭയങ്കര വലിയ അല്ലേ? അത്ര നോക്കിയാലോ? നമ്മൾ പഠിക്കണേ സോ പറയുന്നത് ചിലപ്പോ ഇത്ര ഫുള്ള് ചെയ്യാണ്ട് തുമ്പത്ത് ചെയ്യുമ്പോ ചിലപ്പോ അങ്ങനെ ആയിരിക്കും. അങ്ങനെ ട്രൈ ചെയ്ത് ഇതെന്താ ചെയ്തൊക്കെ. ഇത് ഭയങ്കര വലിയ കളാവും. ചൂട് നിൽക്കുന്നുണ്ട്. നമ്മളപ്പോ ഇതിലോ ഇത് ചെയ്യാൻ പാട്ടൊക്കെ കേൾക്കാം. അപ്പുറം അവിടെ എല്ലാരും ഉണ്ട്. One eternity later. 2,000 years later. ഹലോ ഗൈസ്, നമ്മളിപ്പോ കേളിംഗ് പരിപാടി കഴിഞ്ഞ് നമ്മള് ക്ലിപ്പ് വെച്ച് ഹോൾഡ് ചെയ്ത് വെച്ച് ഇനി അതൊന്ന് സെക്യൂർ ചെയ്യാനായിട്ട് ഹോൾഡിംഗ് സ്പ്രേയും കൂടെ അടിച്ചിട്ട് നമുക്കൊന്ന് ഡ്രൈ ചെയ്ത് കൊടുത്തിട്ട് മാറ്റി നോക്കാമെന്ന് വിചാരിക്കുന്നു. കുറച്ച് കൂടുതൽ ബാക്കിൽ പോയി. It smells nice. നമുക്കിതൊന്ന് ഡ്രൈ ആക്കാൻ നമുക്കിതിന്റെ ഡ്രൈ വെച്ച് ഫാന് മാത്രം മൊമെന്റ് ഓഫ് ട്രൂത്ത് ഇളക്കി നോക്കാം. ഞാൻ മറ്റേ പ്രാന്ത് ആൾക്കാരെ പഠിക്കുന്നു ഒരു ഞാൻ Yes! Yes! Otherwise it's good. ഇത്ര അടിപൊളിയാണെന്ന് ഞാൻ വിചാരിച്ചു. പണ്ടത്തെ
ആകുമ്പോഴത്തേനും കുറച്ച് കേള് കുറഞ്ഞിട്ട് ഭംഗിയാവുമായിരിക്കും. So it was a success. ആർട്ടിസ്റ്റ് കൊള്ളാല്ലേ. ഞാൻ ഇപ്പൊ എല്ലാരെയും കുറച്ച് പോയിട്ട് കാണിക്കും. നെക്സ്റ്റ് നമ്മുടെ ആയിഷ മുടി ചെയ്ത് കഴിഞ്ഞു, ഞാനും മുടി ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ഡേയ്സ് ഡ്രീം മൊമെന്റ് ആണ് ഗൈസ്. നമ്മൾ ഇതുവരെ നമ്മൾ കവർ ചെയ്തിട്ടില്ല ഒരുപാടല്ലേ നമ്മൾ ചെയ്തിട്ടില്ല. ഇഷ്ടായി. എനിക്ക് സാധനം ഇഷ്ടപ്പെടുന്നില്ല കേൾസ് എന്തൊക്കെയോ പോലത്തോ. ഇതിനൊരു ബ്ലോ ഡ്രൈ എഫക്റ്റ് കൂടി ഉള്ളതുകൊണ്ടാണ്. സോ ടെൽ us if you like it. കമന്റ് ഡൗൺ. നിങ്ങൾക്ക് സ്ട്രൈറ്റ് ഹെയർ ആണോ കേൾ ഹെയർ ആണോ ഇഷ്ടം എന്നൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക. ലെറ്റ് us know. ഓൾറൈറ്റ്, അത്രേ ഉള്ളൂ നമ്മളെ വീഡിയോ. രണ്ടുപേര് കേൾസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതൊരു വീഡിയോ ആയിരിക്കും. നാളത്തെ കണ്ണൂക്കിഷ് അടുത്ത വീഡിയോ ആയിട്ട് വരും. അപ്പോൾ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ നിങ്ങൾ പറയാം. നമ്മുടെ കമന്റ് ബോക്സിലൊന്നും ആരും സംസാരിക്കുന്നില്ല. ആരെങ്കിലൊക്കെ വന്ന് സംസാരിക്കും. സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്മൾ വളർന്നു വരുന്നത് ചെറിയ യൂട്യൂബേഴ്സ് ആണ്. സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കണം. മിസ്റ്റേക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പറയണം. കമന്റിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് പേഴ്സണൽ മെസ്സേജ് പറയാം. അപ്പൊ നമ്മള് നെക്സ്റ്റ് വീഡിയോയിൽ അത് പരിഹരിച്ച് അതുകൊണ്ട് നമ്മൾ നല്ല നല്ല വീഡിയോസ് ഒക്കെ ഉണ്ടാക്കാം. So until next time, Bye.